ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 17 ശ്ലോകം 6. ഭഗവാനിൽ അർപ്പിച്ച മനസ്സോടെ ധ്രുവകുമാരൻ 5 മാസങ്ങൾ ഭഗവാനോട് ചേർന്നുകൊണ്ട് തപസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചു തന്നെ വന്നു. ഒടുവിൽ ശ്വാസത്തെ പോലും നിരോധിച്ചു. ഒരു കാലിൻ്റെ തള്ളവിരലിൽ മാത്രം ഉയർന്നു നിൽക്കുകയാണ്. അതിൽ കുട്ടിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായോ? ചിദ്രസം അനുഭവിച്ചു എന്നാണ്. ഹൃദയത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ കരുണാർദ്രമായ രൂപത്തിൽ രസിച്ചുകൊണ്ട് ആനന്ദം അനുഭവിച്ചുകൊണ്ടാണ് സമയബോധം ഒന്നുമില്ലാതെ ധ്രുവകുമാരൻ കൊടും തപസ് ചെയ്യാണ്. പക്ഷേ ലോകം മുഴുവനും ശ്വാസം കിട്ടാതെ വിഷമിച്ചു പോയി. ദേവന്മാർക്ക് പോലും ബുദ്ധിമുട്ടായി. 14 ലോകങ്ങളിലും ശ്വാസമില്ലാണ്ടായി. കുഞ്ചൻ നമ്പ്യാർ രസകരമായിട്ട് ഈ രംഗം വർണ്ണിച്ചിട്ടുണ്ട് ധ്രുവചരിതം എന്നുള്ളതുള്ളിൽ. 7 ലോകവും ഭയന്നു. ശ്വാസം പെട്ടെന്ന് നിലച്ചു. കൊത്തിവെച്ച മരപ്പാവ പോലെയായി സകലരും. ആർക്കും ഒരു അനക്കവുമില്ല. ഏത് സമയത്താണോ ശ്വാസം നിലച്ചത് അതുപോലെ നിന്നു എന്നാണ്. ഉണ്ടിരിക്കുന്നവൻ വായും തുറന്നങ്ങുമിണ്ടാതിരുന്നാനൊരുളയും കൈക്കൊണ്ട് മുങ്ങിക്കിടക്കുന്നു വെള്ളത്തിലും ചിലർ പൊങ്ങുന്നതിൻ മുമ്പ് വായു ശമിക്കയാൽ. മുണ്ടുടുക്കുന്നവൻ 2 കരം കൊണ്ട് മുണ്ടും ഞൊറിഞ്ഞു പിടിച്ചു നിന്നിടുന്നു. അങ്ങനെ തുടരുന്നുണ്ട് ആ കവിത, തുള്ളൽ കവിത. അങ്ങനെ ധ്രുവൻ്റെ തപസ്സിൻ്റെ ശക്തി കൊണ്ട് ആർക്കും ശ്വാസം കിട്ടാതായി. സർവ്വലോകങ്ങളും നിശ്ചലമായി. അത്ര ഗംഭീരമായിരുന്നു തപസ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ദേവന്മാർ ഭഗവാനോട് ഇതെന്താണ് ഇങ്ങനൊരു സംഭവം മുമ്പ് ഉണ്ടായിട്ടില്ലല്ലോ, ലോകം മുഴുവനും ഇപ്പം നശിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ കാരുണ്യത്തോടു കൂടി പറഞ്ഞു, ധ്രുവകുമാരൻ ശക്തമായിട്ടുള്ള തപസ് ചെയ്യാണ്, ശ്വാസം നിരോധിച്ചുകൊണ്ട്. അതാണ് ഇതിന് കാരണം. നിങ്ങൾ ഭയപ്പെടേണ്ട, ഉടനെ തന്നെ ഇതിന് നിവൃത്തിയുണ്ടാക്കും എന്ന് പറഞ്ഞ് ധ്രുവകുമാരന് മുന്നിൽ ഗരുഡവാഹനനായിട്ട് പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം: താവത് തപോബല നിരുച്ഛ്വസിതേ ദിഗന്ധേ ദേവാർത്ഥിത ത്വം ഉദയത് കരുണാർദ്രചേതാ ത്വദ്രൂപചിത് രസനിലീനമദേ പുരസ്താദ് ആവിർബഭൂവിധ വിഭോ ഗരുഡാതിരൂഢ. ഭഗവാൻ ഗരുഡാതിരൂഢനായിട്ട് ധ്രുവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അർത്ഥം: ഹേ വിഭോ, താവത് അല്ലയോ ഭഗവാനെ. അപ്പോൾ അങ്ങനെ ആ ഒരു വിരലിൽ നിന്നുകൊണ്ട് കഠിനമായ തപസ്, ശ്വാസം പോലും നിയന്ത്രിച്ചുകൊണ്ട് ധ്രുവൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ദിഗന്ധേ തപോബല നിരുച്ഛ്വസിതേ, ദിക്കുകളെല്ലാം സകല ദിക്പാലന്മാരും വിഷമിച്ചു. ദിക്കുകളെല്ലാതും തപോബല നിരുച്ഛ്വസിതേ, തപശക്തി കൊണ്ട് ശ്വാസം കിട്ടാതെയായി, ശ്വാസം അടക്കിയതായി തീർന്നു. ദേവാർത്ഥിത, ദേവന്മാർ പോയിട്ട് ഭഗവാനോട് പറഞ്ഞു, ലോകത്തിന് ശ്വാസം കിട്ടുന്നില്ലല്ലോ ഭഗവാനെ എന്ന്. അപ്പോൾ ഉദയത് കരുണാർദ്രചേത, ഭഗവാന്റെ ഹൃദയം കാരുണ്യം കൊണ്ട് നിറഞ്ഞു. ഗരുഡാതിരൂഢ, ഗരുഡൻ്റെ പുറത്ത് കയറി. ത്വം, അങ്ങ്. ത്വദ് രൂപ ചിദ്രസ നിലീനമതേ, അങ്ങയുടെ രൂപം ഹൃദയത്തിൽ ഉറപ്പിച്ച് അതുകൊണ്ടുണ്ടാകുന്ന ആ സന്തോഷം, ആനന്ദം, രസത്തിൽ, ആനന്ദമാകുന്ന രസത്തിൽ അലിഞ്ഞ് നിലീനമായിട്ടുള്ള ധ്രുവൻ്റെ മുന്നിൽ പുരസ്താദ്, ധ്രുവകുമാരൻ്റെ മുന്നിൽ ആവിർബഭൂവിധ, അവിടെ നിന്ന് അവതരിച്ചില്ലേ. ഒന്നും കൂടി വിസ്തരിച്ച് പറയുകയാണെങ്കിൽ, അല്ലയോ പ്രഭുവായിട്ടുള്ള വിഭുവായ ഭഗവാനെ, താവത് ദിഗന്ധേ തപോബല നിരുച്ഛ്വസിതേ, എപ്പോഴാണോ ദിക്കുകളെല്ലാം ധ്രുവൻ്റെ തപസ്സിൻ്റെ ബലം കൊണ്ട് ശ്വാസം കിട്ടാതെയായി തീർന്നത്, ദേവാർത്ഥിത, ദേവന്മാരപ്പോൾ പറഞ്ഞത് പ്രകാരം ഉദയത് കരുണാർദ്രചേതാ ത്വം,
ഉദിച്ചുയർന്ന കാരുണ്യം കൊണ്ട് ആർദ്രമായ മനസ്സോടുകൂടി ത്വം അങ്ങ് ത്വദ്രൂപചിദ്രസനിലീനമതേ തവ അങ്ങയുടെ രൂപത്തിലും ആ ആനന്ദത്തിലും അലിഞ്ഞ് മനസ്സോടുകൂടി നിൽക്കുന്ന ആനന്ദതുന്തിലനായിട്ട് നിൽക്കുന്ന ധ്രുവൻ്റെ പുരസ്താത് മുന്നിൽ ഗരുഡാതിരൂഢ ആവിർബഭൂവിധ ഗരുഡാധിരൂഢനായിട്ട് ഗരുഡവാഹനനായിട്ട് പ്രത്യക്ഷപ്പെട്ടുവല്ലോ. ഭഗവാൻ കരുണാർദ്രചേത എന്നാണ്. തപസ് ചെയ്യുന്ന ആ കൊച്ചുകുട്ടിയിലും ശ്വാസം നിലച്ച സകല ലോകങ്ങളോടും അതുപോലെ തന്നെ തന്നെ അഭയം പ്രാപിച്ച് സ്തുതിക്കുന്ന ദേവന്മാരോടും ഭഗവാന്റെ ഉള്ളിൽ കരുണ നിറഞ്ഞു. അതാണ് ഉദയത് കരുണാർദ്രചേത. ചിത് രസം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് അമൃത രസം നൽകുന്നതായ ഭഗവാന്റെ രൂപം. ചുണ്ടിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള ദ്വാദശാക്ഷരി മന്ത്രം ആനന്ദം നിറഞ്ഞു തുളുമ്പിയിട്ടുള്ള ഉള്ളം അങ്ങനെ നിൽക്കുന്ന കുട്ടിക്ക് മുന്നിലാണ് ദർശനം കിട്ടാൻ പ്രയാസമാണ് എന്ന് നാരദർ പറഞ്ഞ ആ ഭഗവത് രൂപം അവിടെ പുറത്ത് പ്രത്യക്ഷപ്പെടുകയാണ്. ഇത്രയും കാലം ഈ 5 മാസവും ഉറച്ച ആ രൂപം ധ്രുവൻ്റെ ഉള്ളിൽ നിന്നും ആ സമയത്ത് അപ്രത്യക്ഷമായി. അപ്പോൾ ധ്രുവൻ കണ്ണ് തുറന്നു. അപ്പോഴാണ് അതേ രൂപം ഉള്ളിലും പുറത്തും സകലയിടത്തും നിറഞ്ഞു നിൽക്കുന്നു ഞാൻ എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ധ്രുവകുമാരൻ്റെ മുന്നിൽ നിൽക്കുന്നു എന്ന് മനസ്സിലായത്. ഗരുഡാതിരൂഢനായിട്ടാണ് ധ്രുവൻ തപസ്സിൽ ഭഗവാന്റെ രൂപം ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ സാമവേദ മന്ത്രങ്ങളാണ് ഗരുഡൻ ചിറകടിക്കുമ്പോൾ കേൾക്കുക അന്തരീക്ഷത്തിൽ. മഹാഭാഗ്യവാനായ ആ ഗരുഡൻ്റെ ചുമലിൽ തൃപ്പാദങ്ങൾ വെച്ചുകൊണ്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ശ്ലോകം ഒന്നുകൂടി നോക്കാം. താവത്തബോബലനിരുച്ഛ്വസിതേ ദിഗന്ധേ ദേവാർത്ഥിത ത്വം ഉദയത് കരുണാർദ്രചേത ത്വദ്രൂപ ചിദ്രസ നിലീനമതേ പുരസ്താദ് ആവിർബഭൂവിധ വിഭോ ഗരുഡാതിരൂഢ. അടുത്ത ശ്ലോകത്തിൽ ഭഗവാന്റെ ആ ദിവ്യമായിട്ടുള്ള പ്രകാശമാനമായിട്ടുള്ള രൂപം, കാരുണ്യം കവിഞ്ഞൊഴുകുന്ന കണ്ണുകൾ കണ്ട ധ്രുവൻ അമ്പരന്ന് പോയി. വല്ലാതെ വ്യാകുലൻ എന്ന് പറയാൻ പറ്റില്ല, വല്ലാതെ കുട്ടി പരിഭ്രമിച്ചു. ഒരക്ഷരം നാവിൽ നിന്നും പുറത്തു വന്നില്ല. ഭഗവാനെ സ്തുതിക്കണമെന്നുണ്ട്. ആ സമയത്ത് ഭഗവാൻ